അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസ് പാസ്റ്റർ അനിൽ കുര്യൻ അവറുകളാണ്. കർത്താവിന് വേണ്ടി ശക്തമായി ദീർഘവർഷങ്ങൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം നമുക്കേവർക്കും അനുഗ്രഹമായി തീരേണ്ടത് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച തോറും രാത്രിയിൽ 9 മണിക്ക് ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിപ്പാൻ അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനിൽ കുര്യൻ അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാർവോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാർവോടു ചേർത്തണച്ചു. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ സന്ധ്യായാമത്തിൽ മഹത്വമെടുക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ എന്നെ വീണ്ടെടുത്തതും എന്നെ രക്ഷിച്ചതും എന്നെ നിത്യതയ്ക്കായി ഒരുക്കുന്ന കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ ഇങ്ങനൊരു അവസരം നൽകിയ ദൈവത്തിനും, പ്രത്യേകിച്ച് അരോമ ടി വി അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ അവറുകൾക്കും, എന്നെ ശ്രവിക്കുന്ന മാന്യരായ എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും വന്നവനും വരുവാനിരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഈ സന്ധ്യാ വന്ദനം നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് അനിൽ കുര്യൻ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് സിജി അനിൽ. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മോടെ പേര് ഏഞ്ചൽ അനിൽ കുര്യൻ. പ്രിയ മോളെ 3-ാം വർഷം നേഴ്സിംഗ് പഠിക്കുന്നു, കൊട്ടാരക്കര വാളകം നേഴ്സിംഗ് കോളേജില്. ഇളയ 2 പെൺകുഞ്ഞുങ്ങളുടെയാണ്. 2ാമത്തെ മോൾ അബിയ അനിൽ കുര്യൻ. പ്രിയ മോള് +2 പഠിക്കുന്നു. 3ാമത്തെ മോള് ആൻ അനിൽ കുര്യൻ. അവള് +1 പഠിക്കുന്നു. എൻ്റെ പിതാവ് ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രത്യാശിച്ച ആ ശാശ്വത ഭവനത്തിലേക്ക് താൻ വിളിച്ച് ചേർക്കപ്പെടുവാനിടയായി. എൻ്റെ വാത്സല്യ മാതാവ്
അതുപോലെ തന്നെ എനിക്കൊരു സഹോദരി, അവരുടെ പേര് അനി. അവൾക്ക് 2 ആൺമക്കളാണ്. മൂത്തവന്റെ പേര് അലൻ, ഇളയവന്റെ പേര് ആൽവിൻ. അവരുടെ ഹസ്ബൻഡ് ചില വർഷങ്ങൾക്ക് മുമ്പ് അവനും ഈ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടാനിടയാണ്. അങ്ങനെ ഒരു ചെറിയ ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഞാൻ ഫാസ്റ്ററാണ്. ഞാൻ ഇപ്പോൾ 10-22 വർഷമായി സഭാ മിനിസ്ട്രിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ സൗത്ത് സെൻട്രലിലുള്ള ചുമന്തമണ്ണ് ബദേൽ സഭയുടെ ശുശ്രൂഷകനായി ഇപ്പോൾ ഞാൻ സേവനം ചെയ്യുന്നു. ബൈബിൾ കോളേജിലൊക്കെ പഠിക്കാനുള്ള അവസരം കർത്താവ് എനിക്ക് നൽകുവാനിടയായി. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവത്തെ അറിയാനുള്ള, യേശുവുമായിട്ടുള്ള ഈ ബന്ധത്തിന് കാരണമായി തീരാനുള്ള എൻ്റെ ജീവിതാനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ പാർക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരുപക്ഷെ ആശ്വാസത്തിനും വിടുതലിനും അത് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അതിനായിട്ടാണ് ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. കർത്താവിനെ ഉയർത്തണം, യേശുവിന്റെ സാക്ഷിയായി തീരണം. അതുകൊണ്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് ദൈവം നൽകിയതും അതിന് മുഖാന്തരമായി തീർന്നവർക്കും പ്രത്യേകമായ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഞങ്ങള് ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നത്. അതിനു മുമ്പ് എൻ്റെ സ്വദേശം തിരുവല്ലയിലായിരുന്നു. എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ എൻ്റെ ജീവിത സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ആ ഭാഗം പറയാതെ അത് പൂർത്തീകരിക്കപ്പെടാൻ എനിക്ക് കഴിയില്ല. എൻ്റെ 10ാം ക്ലാസ് പഠനം വരെ ഞങ്ങൾ തിരുവല്ല കാഹുംഭാഗം ഭാഗത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളൊരു യാക്കോബിന്റെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് പരുത്തിക്കൽ എന്ന് പറയുന്ന ഫാമിലി ആയിരുന്നു. എന്നാൽ എൻ്റെ വാത്സല്യ പിതാവും മാതാവും എൻ്റെ സഹോദരിയും വളരെ സന്തോഷകരമായി ജീവിച്ച ആ കാലയളവൊക്കെ ഓർക്കുന്നു. എന്നാൽ ഇടക്കാലം കൊണ്ട് എൻ്റെ വാത്സല്യ പിതാവ് ഒരു മദ്യപാനിയായി തീരുവാനിടയായി. അങ്ങനെ മദ്യപാനത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ മദ്യപാനം തന്നെ ആ പാപ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സമയങ്ങളിലാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം കർത്താവ് നൽകുവാനിടയായി. ഞാൻ എപ്പോഴും ഏത് സദസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ പിതാവ് എനിക്കൊരു ഹീറോയാണ്. ആള് അതുപോലെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ മരണം വരെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങൾ എൻ്റെ ഫാദറിനെ കുറിച്ച്, എൻ്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ആ പാപ വഴിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭാരമുണ്ടെങ്കിലും ആ പാപമാകുന്ന ചേറ്റിൽ നിന്ന് എൻ്റെ കർത്താവ് എൻ്റെ പിതാവിനെ തിരഞ്ഞെടുത്തത്, അതൊരു മുഖാന്തരം ഞങ്ങൾക്ക് കർത്താവിനെ അറിയാനിടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു യാക്കോബ കുടുംബത്തിൽ ജീവിച്ച് ഞങ്ങളുടെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അടുത്തായിരുന്നു പരിമല പള്ളി. എൻ്റെ അപ്പൻ ഒരു മതഭക്തൻ തന്നെയായിരുന്നു. മദ്യമടിക്കുമ്പോഴും ദൈവത്തെ നല്ല ഭയവും ദൈവത്തെ നല്ല വിശ്വാസവുമുള്ള എൻ്റെ ഒരു വാത്സല്യ പിതാവായിരുന്നു. അങ്ങനെ മദ്യപാനത്തിന്റെ മൂർച്ഛനീയ അവസ്ഥയിൽ ഞങ്ങള് വളരെ ഭാരം വന്നു. കുടുംബത്തിന്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു, കുടുംബത്തിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ എന്നും മാനസികമായും ശാരീരികമായുള്ള വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു ദിവസം എൻ്റെ പിതാവ്
ഒരു വെള്ളിയാഴ്ച കാലത്ത് രാവിലെ എഴുന്നേറ്റ് സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് കുടുംബമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ പള്ളിയിലേക്ക് പോകാം, നിങ്ങളും എൻ്റെ കൂടെ വരണം, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. ഏകദേശം അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ വാത്സല്യ പിതാവും എൻ്റെ പെങ്ങളും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ അന്ന് വിശ്വസിച്ച, അല്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ ആശ്രയമെന്ന് ഞങ്ങൾ കണ്ടിരുന്ന അവിടെ പോകുന്ന കൂട്ടത്തിൽ അന്നത്തെ കാലത്ത് എൻ്റെ വാത്സല്യ പിതാവ് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ എടുത്തു തന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നിനക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മേടിച്ചോ, അതിനാ ഞാൻ ഈ പൈസ നിന്റെ കൈവശം തരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ ദേവാലയത്തിൽ പോയി, അങ്ങനെ പള്ളിയിൽ പോയി, കബറിങ്കൽ പോയി, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, ഞാൻ അല്പം നേരത്തെ പോവുകയാണ്, നിങ്ങളുടെ ഇഷ്ടമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടോട്ട് പോരെ, ഞാൻ അങ്ങ് പോവുക എന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ അദ്ദേഹം അല്പം നേരത്തെ കടന്നുപോയി. ഞാനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും വളരെ സന്തോഷത്തോടെ ലഭിക്കപ്പെട്ട പൈസ, 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ചെറുപ്രായം. അപ്പോൾ നമുക്ക് അന്ന് നമ്മളെ ആകർഷിക്കുന്ന, ലോകപരമായി നമ്മളെ ആകർഷിക്കുന്ന പല കാര്യങ്ങൾ അന്ന് റോഡ് സൈഡുകളിലൊക്കെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കും. ഞാനത് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ അപ്പൻ അല്പം മദ്യപിച്ചിട്ട് വന്നിട്ട് ചോറൊക്കെ ഉണ്ടതിന് ശേഷം കിടക്കാറാകുന്ന സമയത്ത് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, മോനെ, മേടിച്ചുകൊണ്ട് വന്ന സാധനമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സന്തോഷത്തോടെ എൻ്റെ അപ്പൻ തന്ന പൈസയ്ക്ക് മേടിച്ചതായ ആ കളിപ്പാട്ടങ്ങൾ, അന്ന് എന്നെ ആകർഷിച്ച ആ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് കടന്നു നിന്നപ്പോൾ എൻ്റെ അപ്പൻ ആ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം അദ്ദേഹം ദൂരേക്ക് വലിച്ചു എന്നിട്ടൊരു വടിയെടുത്ത് എന്നെ അടിക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് എന്നെ അന്ന് എൻ്റെ അപ്പൻ അടിക്കുന്നത്. അപ്പൻ അടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇത് മേടിക്കാനല്ല, ഞാൻ പറഞ്ഞത് പാഠപുസ്തകങ്ങളോ ബൈബിൾ പരമായിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ പൈസ തന്നത്, അത് നീ മേടിച്ചില്ല, ഇങ്ങനെയുള്ള സാധനങ്ങളാണോ മേടിച്ചെന്ന് ചോദിച്ച് എന്നെ തല്ലി. എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വളരെ ഭാരത്തോടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു ആന്റി ഉണ്ടായിരുന്നു, ആലീസ് എന്ന ആന്റിയുടെ പേര്. ആ ആന്റി വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അനിയച്ചായനെ തമ്പി എന്ന് പറയുന്ന ഉപദേശി വിളിക്കുന്നുണ്ട്, അനിയച്ചാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ പെട്ടെന്ന് തന്നെ ഒരു ഉടുപ്പ് എടുത്തുകൊണ്ട് നേരെ തമ്പിച്ചാൻ എടുക്കെ പോയി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മക്കളെ ഒരുങ്ങാൻ, നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം തോന്നി. അദ്ദേഹം നെരണങ്കാരനാണ്, തമ്പി ഉപദേശി. അദ്ദേഹം മർത്തോമയിലെ ഉപദേശിയാണ്, പെന്തക്കോസ്ത് ഉപദേശിയല്ല, മർത്തോമയിലെ ഉപദേശി. അദ്ദേഹം വെളിപ്പാടും ദർശനവും കാണുന്ന ഒരു അഭിഷിക്തനായ ഒരു ഉപദേശിയാണ് ഈ തമ്പി പാസ്റ്റർ. ഞങ്ങൾ അന്ന് ഉപദേശിക്കും. അപ്പോ തമ്പിച്ചാന്റെ പ്രാർത്ഥനയും തമ്പിച്ചാന്റെ അന്നുള്ള ആ കടന്നു വന്നവരോടുള്ള ദൈവിക ആലോചനകളും ദൈവിക വചന ശുശ്രൂഷയും ഒക്കെ എന്നെ വളരെ ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അപ്പൻ ഏകദേശം 9 മാസക്കാലം പൂർണ്ണമായ മദ്യപാനം ഉപേക്ഷിച്ചു. അങ്ങനെ പൂർണ്ണമായി മദ്യം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മീയ സന്തോഷങ്ങൾ എൻ്റെ ഉള്ളിൽ തരികയും, ഞങ്ങൾ യാക്കോബക്കാരാണ്, പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ല, ഇത് പരിശുദ്ധാത്മാവാണെന്നോ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണെന്നൊന്നും എൻ്റെ ഈ ചെറുപ്രായത്തിൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തമ്പി ഉദ്ദേശി അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആരും മൗനമായിരിക്കരുത്, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് പറയുമ്പോൾ, ആഹ്വാനം ചെയ്യുമ്പോൾ എന്താന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ അതുവരെ പബ്ലിക്കലി പ്രാർത്ഥിച്ചിട്ടില്ല, യാക്കോബക്കാരനാണ്, പക്ഷെ എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ എൻ്റെ അകത്തെ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്നെ വെമ്പല് കൊള്ളിക്കുക, പ്രാർത്ഥിക്കണം. അങ്ങനെ എനിക്ക് എന്താ പ്രാർത്ഥന എന്ന് അറിയത്തില്ല.
എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ പെന്തക്കോസ്തിൽ വന്നപ്പോഴാണ് അതൊക്കെ മനസ്സിലാകുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് പെന്തക്കോസ്തിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എന്നെ ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ ഒരു ഭാരം തന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്ക്. ഞാൻ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ആന്റി പ്രാർത്ഥന കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ നാവ് ഞാൻ വിട്ടുകൊടുക്കുന്നേ ഉള്ളൂ. നാവിലൂടെ വാക്കുകൾ ഇങ്ങനെ ഡാമിലെ വെള്ളം ഒഴുകുന്നത് പോലെ എന്റെ നാവിൽ കൂടി ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വാക്കുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആമീൻ എന്ന് പറയുക മാത്രമല്ല, തമ്പിച്ചാൻ അവിടുന്ന് ഈ ഉപദേശം ചാടി എഴുന്നേറ്റ് എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഒരു ഉപദേശിയായി, അല്ലെങ്കിൽ ഒന്നുകൂടെ അന്ന് കടത്തി പറഞ്ഞത്, നീ ഒരു പ്രവാചകനായി ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ എന്റെ സാക്ഷ്യം വഹിക്കുമെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് പറയുവാൻ. പക്ഷെ അപ്പോഴും എന്റെ മനസ്സിന്റെ അകത്ത് ഒരു ചെറിയ പ്രയാസമുണ്ട്. കാരണം ഞങ്ങളുടെ തൊട്ടടുത്താണ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ സാറും ഞാൻ വളരെ ബഹുമാനിക്കുന്ന ശ്രേഷ്ഠനായ അഭിഷിക്തനും കുടുംബവും താമസിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് അവര് വന്ന് പരസ്യയോഗങ്ങൾ നടത്തുമായിരുന്നു, ഞായറാഴ്ചകളിലും ദിവസങ്ങളിലും. അങ്ങനെ വന്ന് പരസ്യയോഗങ്ങൾ നടക്കുന്ന സമയത്ത് ഞാനും എന്റെ കൂട്ടുകാരും, എനിക്കറിയില്ല, എന്നെക്കാട്ടി പ്രായമുള്ള സഹോദരങ്ങൾ, അവരെല്ലാം കൂടെ ഞങ്ങൾ ഈ പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം എന്നൊക്കെ പറഞ്ഞത് അന്ന് അറിവില്ലായ്മയുടെ കാലങ്ങളിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഉപദേശിയാകും, അല്ലെങ്കിൽ ഞാനൊരു പാസ്റ്റർ ആകും, അല്ലെങ്കിൽ ഞാനൊരു പ്രവാചകനാകും എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിനകത്ത് അല്പം വിഷമം തോന്നി. പക്ഷെ എനിക്ക് ദൈവത്തെ വേണം. എന്റെ അപ്പന്റെ മദ്യപാനം മാറുന്നതിൽ എനിക്ക് വളരെ ആനന്ദമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്റെ മനസ്സ് വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൂതിനു മുമ്പാകെ, ഈ ആലോചനയ്ക്ക് മുമ്പാകെ എന്റെ മനസ്സ് അല്പം സംശയിക്കുകയും, അത് മാത്രമല്ല അതൊരു എന്താ പറയുക, ലജ്ജയായിട്ട് എന്റെ മനസ്സ് കാണാൻ ഞാൻ ഇടയായി. അങ്ങനെ എന്റെ 10ാം ക്ലാസ് പഠനം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന് എന്നെ വേണം. എന്റെ ദൈവം ആലോചന അറിയിച്ചത്, മർത്തോമൽ ഉപദേശം ആലോചന അറിയിച്ചത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ മോശയെ, അതേ സ്തോത്രം, തന്റെ സഹോദരങ്ങൾ എതിർത്ത് ഇപ്പോൾ പറഞ്ഞു, നീ ഇന്നലെ ഒരു മിസ്രയീമിനെ കൊന്നു എന്ന് ഞങ്ങൾ കണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് മോശ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഇടയായി. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന് എന്നെ വേണം എന്ന് ഉള്ളത് കൊണ്ട് എന്റെ 10ാം ക്ലാസ് സമയത്താണ് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തതായ കാര്യങ്ങൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സാക്ഷ്യത്തിന്റെ സമയമുള്ളത് കൊണ്ട് അതുകൂടെ പറയാം. ഞാൻ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആവറേജ് പഠിക്കുന്ന ഒരു നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. ആവറേജ് പഠിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, മോഡൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ പപ്പ പോലീസാണ്, അദ്ദേഹം ഒരു സൈക്കിളുമായിട്ട് സ്കൂളിൽ വന്നു. അപ്പൊ ഞാന് ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറിട്ടിട്ട് വരാം, ഒരു കാര്യം ചെയ്യും, ആ സൈക്കിൾ ഒന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സൈക്കിൾ കൊണ്ടുപോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് സൈക്കിൾ തന്നു. ഞാൻ ആ സൈക്കിളുമായി എന്റെ വീട്ടിൽ ചെല്ലുന്നു. ചോറിനോട്ടിരിക്കുമ്പോ എന്റെ പിതാവ് വന്നു. ഇതാരുടെ സൈക്കിൾ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരന്റെ. നിന്നോട് ആരും എന്റെ സൈക്കിൾ മേടിച്ചുകൊണ്ട് വരാൻ, എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ അപ്പൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. അങ്ങനെ വഴക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഇനി സൈക്കിള് മേടിക്കില്ല, ഇനി ഞാൻ ഇത് കൊണ്ടുവരില്ല എന്ന് എന്റെ അപ്പനോട് പറയുന്നു. അങ്ങനെ അപ്പൻ വളരെ ദേഷ്യത്തോടു കൂടെ തന്നെ എന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത് ഞാൻ പോകുന്ന കൂട്ടത്തിൽ എന്റെ അടുത്തുള്ള അയൽവാസിയായ ഒരാൾ എന്നോട് പറഞ്ഞു, സഹോദര ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് വലിയ ബാലൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, അന്നത്തെ പ്രായം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരനും എന്റെ സൈക്കിളിൽ കയറി. ഒരു വളവ് എത്തിയ സമയത്ത് വേറൊരു സൈക്കിളിൽ ചെന്ന് ഞാൻ സഞ്ചരിച്ച സൈക്കിൾ ഇടിച്ചു. ആ മറ്റേ സൈക്കിളിന്റെ ഫ്രണ്ട് ജാമായി. ആ സഹോദരൻ വളരെ ദേഷ്യക്കാരനായിരുന്നു. അവൻ ആകെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, അനിലെ, എന്നെ കുര്യാന്നാ വിളിക്കുന്നത്, കുര്യ, നിന്റെ സൈക്കിള് ഞാൻ കൊണ്ടുപോവുകയാണ്, ഈ സൈക്കിള് നന്നാക്കാതെ ഞാൻ നിന്റെ സൈക്കിള് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് സൈക്കിള് മേടിച്ചുകൊണ്ട് അദ്ദേഹം പോയി. ഞാൻ തിരിച്ച് സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നപ്പോൾ അവൻ ചോദിച്ചു, സൈക്കിൾ എന്ന്. ഞാൻ പറഞ്ഞു, വൈകുന്നേരം കിട്ടും, അത് പേടിക്കണ്ട, സൈക്കിള് വൈകുന്നേരം തരാം. പക്ഷെ എന്റെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നു,
പരീക്ഷ കഴിഞ്ഞാൽ വീട് വിട്ടു പോവുക, എവിടെയെങ്കിലും ഇറങ്ങിപ്പോവുക. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു എന്റെ മനസ്സിന്റെ അകത്തുള്ളത്. പരീക്ഷ കഴിഞ്ഞ് ഉച്ചക്കത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ അടുക്കൽ വന്നു, അല്ലെ സൈക്കിള് മേടിക്കാൻ നീ മുന്നോട്ട് നടന്നോ, ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുക. എല്ലാ സ്കൂളിൽ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ട് എങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുക. എന്തായാലും വീട് വിട്ടിറങ്ങണം, എന്റെ അപ്പൻ എന്നെ ശിക്ഷിക്കും, കാരണം ഞാൻ ചെയ്ത തെറ്റാണ്. അതുകൊണ്ട് ആ തെറ്റിന്റെ പുറകെ ഞാൻ പോകുന്നില്ല, ഞാൻ തിരിച്ചെവിടെയും പോവുകയാണെന്നുള്ള വിചാരത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ വാത്സല്യ പിതാവ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എന്നെ അന്വേഷിച്ച ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ ദൂതൻ കൊണ്ടെത്തിക്കുന്നത് പോലെ എന്റെ വാത്സല്യ പിതാവിനെ ആ ഗ്രൗണ്ടിൽ കൊണ്ടെത്തിക്കുകയാണ്. എന്നോട് ചോദിച്ചു, മോനെ നീ എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങ് പോവല്ല, നീ വീട്ടിലോട്ട് വാ, ഞാൻ സൈക്കിൾ നന്നാക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞു, നീ വീട്ടിൽ പോരാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ വന്നു. സന്തോഷത്തോടെ വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം എന്റെ വാത്സല്യ പിതാവിന് വളരെ വിഷമം തോന്നി. എന്തിനേറെ പറയുന്നു, ആ സഹോദരന്മാരുമായിട്ട് അല്പം പ്രയാസങ്ങൾ ഉണ്ടായി. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ അങ്ങ് തീരുമാനിച്ചു, ഞാൻ ഇവിടുന്ന് അങ്ങ് മാറിയേക്കാം. ഇവിടെ എന്റെ പരീക്ഷയൊക്കെ ആകെ ഞാൻ അങ്ങ് കുഴപ്പി. കാരണം വെച്ച് പഠിക്കുന്ന ഞാൻ ആ സമയങ്ങളിൽ എന്നെ മാനസികമായി ഒത്തിരി വേദനയിലൂടെ ഞാൻ കടന്നുപോയി, എന്റെ ഭവനം വേദനയിലൂടെ കടന്നുപോയി. അങ്ങനെ ഞാൻ ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്ത് മാട്ടുത്താവളം, എന്റെ അപ്പന്റെ അമ്മയുടെ ആങ്ങളുടെ മോൻ തമ്പി ഉദ്ദേശി, അദ്ദേഹം ഷാരോൺ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുകയാണ്. അവർ ഷാരോൺകാരായതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവരെപ്പോഴും എന്നോട് ഈ സുവിശേഷം പറഞ്ഞു. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷെ എനിക്ക് പ്രാർത്ഥന ഇഷ്ടമാണ്, എനിക്ക് ആരാധന ഇഷ്ടം, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം, എനിക്ക് പെന്തക്കോസ്തിൽ പോകാൻ താല്പര്യമില്ല. പെന്തക്കോസ്തുകാരുടെ പാട്ട് ഇഷ്ടമാണ്, പ്രാർത്ഥന ഇഷ്ടമാണ്, ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പെന്തക്കോസ്തിൽ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ തപ്പിച്ചാനോട് പറഞ്ഞു, തപ്പിച്ച വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഇപ്പം വരാം, പ്ലീസ് എന്നെ പെന്തക്കോസ്തിലേക്ക് ക്ഷണിക്കല്ലേ എന്ന് ഞാൻ തമ്പിച്ചാനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം പ്രഭാതത്തിൽ ഒരു 3 മണിയാകുമ്പോൾ ഞാൻ ഉറക്കമല്ല, ഞാൻ ദർശനം കാണുകയാണ്. ഞാൻ ഇന്നെന്ന് ഓർക്കുന്നു. ഇന്ന് ഞാനിത് പറയുമ്പോൾ എന്റെ ശരീരാത്മദേഹികളിൽ ആ സാന്നിധ്യം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. ഞാൻ ഏകദേശം ഒരു 3 മണി, പ്രഭാതം 3 മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാൻ അന്ന് ദർശനം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ദർശനം കാണുകയാണ്. ദർശനം എന്താന്ന് ചോദിച്ചാൽ, ഈ ഭൂമി മുഴുവൻ തീ കൊണ്ട് കത്തുകയാണ്. ഈ തീ കൊണ്ട് കത്തുന്ന സമയത്ത് ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ, എന്നെ ആരും രക്ഷിക്കാനില്ലയോ, ഞാൻ മരിച്ചു പോകുമേ, എന്നെ ഈ തീ എന്നെ ദഹിപ്പിച്ചു കളയുമേ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രാർത്ഥിക്കുന്ന എന്റെ തമ്പിച്ചാന്റെ ആന്റി ആ സമയത്ത് അവിടേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ എന്തിനാ കരയുന്നത്? നീ ഈ തീയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാ യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഈ ആന്റി എന്നെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൂതന്മാർ, ഇപ്പോഴും ഞാൻ അത് ഓർക്കുമ്പോൾ ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ആ സ്വർഗീയ കവാടത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ആ ദർശനം കണ്ടാണ് ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം. ഈ യേശു ഞാൻ ഇതെന്താ കണ്ടതെന്ന് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് കണ്ടിട്ട് തമ്പിച്ചാൻ ഇവിടെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ തമ്പിച്ചാന്റെ അടുക്കൽ ചെന്നു. തമ്പിച്ചാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ, നീ പറയണമെന്ന് ഞാൻ പറഞ്ഞു. തമ്പിച്ച, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് പ്രഭാതം 3 മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദർശനം എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നത്തിനകത്ത് ഞാൻ കണ്ടത് ഈ തീ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നശിക്കുക. തമ്പിച്ച, അവിടെ കിടന്ന് ഞാനും നിലവിളിക്കുക, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ നിലവിളിക്കുക. അപ്പോഴാണ് ആന്റി എന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ യേശു നിനക്ക് വേണ്ടി മരിച്ചു, നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രംഗം ഞാൻ കണ്ട. തമ്പിച്ചാൻ, ഞാൻ എഴുന്നേറ്റ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ തമ്പിച്ചാൻ പറഞ്ഞു, മോനെ ഇത് നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്, ഇത് യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചതാ മോനെ. അതുകൊണ്ട് നീ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് നീ ഒരു ദൈവമകനായി ജീവിക്കണം കേട്ടോ. അതിന് ദൈവം ഒരു അവസരം തന്നിരിക്കുക കേട്ടോ, അതിന് തള്ളിക്കളയരുത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ വിശ്വാസത്തിന്റെ ആദ്യ നാമ്പ് എന്റെ ഹൃദയത്തിൽ വരികയാണ്.
ആദ്യ നാമ്പ് വിശ്വാസത്തിന്റെ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിലേക്ക് പോകാനുള്ള, രക്ഷയിലേക്ക് പോകാനുള്ള ആദ്യ സ്റ്റെപ്പ് അവിടെ തുടക്കം കുറിക്കുക. രണ്ടാമത് എന്നെ ദൈവം അവിടെ എത്തി. രണ്ടാമത് എന്റെ വിശ്വാസം വർദ്ധിക്കാൻ കാരണം എന്റെ തമ്പിച്ചാൻ ദർശനം കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. ശാരോനിലെ തമ്പിച്ചാൻ ഉപ്പുതറയിലുള്ള ആ ദൈവദാസൻ ഒരു ദർശനം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ കിണർ കുഴിക്കുമ്പോൾ അത് പാറയാണ്. ഏകദേശം നല്ലൊരു താഴ്ച വന്നിട്ട് വെള്ളം കിട്ടിയില്ല. ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ, ഒരു കട തൊട്ടടുത്തൊരു കടയുണ്ട്, കടയിൽ ചെന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാരും അയൽവാസികളെല്ലാം സംസാരിക്കുകയാണ്. ഞാൻ ആരാണെന്ന് അവർക്ക് അറിയത്തില്ല, കാരണം ഞാൻ തമ്പിയുടെ ബന്ധുക്കൾ, കാരണം എന്നെ അവരാരും കണ്ടിട്ടില്ല. ഞാൻ കടയിൽ സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ അവര് പറയുകയാണ്, തമ്പിക്ക് വലിയ വെളിവുകേടാ, ഇവന് വല്ല വെളിവുകേട് സംഭവിച്ചതാ, ഈ പാറയിൽ ആരെങ്കിലും കുഴിക്കുവോ, ഇവിടെ വെള്ളം കിട്ടുവോ, ഇവനെന്ത് വെളിവുകേടാ, ഇവനെന്തോ ഭ്രാന്തോ. ഇത് കേട്ടപ്പോ എന്റെ മനസ്സ് നോക്കി. ഞാൻ അവിടുന്ന് പെട്ടെന്ന് കടയിൽ നിന്ന് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് തമ്പിച്ചാൻ ആളുകൾ അറിയതൊക്കെ പറയും. ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഇത് ഒന്നിൽ കിണർ വെച്ച് വെള്ളമില്ലെങ്കിൽ അത് മൂടാൻ പോകാം എന്ന് പറയാം. എന്റെ ആ പ്രായത്തിൽ തമ്പിച്ചാനോട് പറയാൻ എനിക്ക് എന്റെ പ്രായം അനുവദനീയമല്ല, പക്ഷെ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തമ്പിച്ചാനോട് പറഞ്ഞു. തമ്പിച്ചാൻ പറഞ്ഞു, മോനെ, എന്നോട് പറഞ്ഞത് യേശുവാണ്. ഞാൻ കണ്ടത് മാനുഷിക വെളിപ്പാടല്ല, ഞാൻ കണ്ടത് ദൈവിക വെളിപ്പാട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്നുള്ളത് എനിക്ക് ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാണ്, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ദിവസം, അതിന്റെ പിറ്റേ ദിവസം പാറ പൊട്ടിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു. പാറ പൊട്ടിച്ചപ്പോൾ കണ്ടൊരു രംഗം, ആ പ്രദേശങ്ങളിൽ ആർക്കും ലഭിക്കാത്ത വെള്ളം ആ കിണറിന്റെ അകത്ത് നിറയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. ആ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇങ്ങനെയൊരു ദൈവം ജീവിക്കുന്നുണ്ടല്ലോ. എന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടേക്ക് വരികയാണ്. അത്ഭുതത്തിലൂടെയുള്ള സ്റ്റെപ്പ് ഞാൻ കാണുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനും തമ്പിച്ചാൻ എന്നെ വിളിച്ചു. അപ്പൊ എനിക്കൊരു ചെറിയ വിശ്വാസം കൂടി. അപ്പൊ ഞാൻ ആ തമ്പിച്ചാനോട് പ്രാർത്ഥനയ്ക്കൊക്കെ, തമ്പിച്ചാൻ പോകുന്നിടത്തൊക്കെ ഞാനും പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തമ്പിച്ചാന്റെ കൂടെ ഒരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത്, തമ്പിച്ചാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ തമ്പിച്ചാൻ ആ വീട്ടിലെ വ്യക്തിയോട് പറഞ്ഞു, ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് ഞങ്ങൾ എടുത്ത് മാറ്റിയില്ലെങ്കിൽ പ്രശ്നം വരും. അപ്പൊ അവര് പറഞ്ഞു, പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ തമ്പിച്ചാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഞാനത് എടുക്കാം എന്ന് പറഞ്ഞ് തമ്പിച്ചാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് ഒരു വലിയ കാറ്റ്, ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും കാറ്റടിപ്പിച്ചതുപോലെ പൈശാചിക കാറ്റ് ഭവനത്തിൽ നേരെ ആഞ്ഞടിക്കുന്നത് ഞാൻ കാണുന്നു. ഇത് കണ്ടപാടെ തമ്പിച്ചാൻ, നിങ്ങൾ ഭാരപ്പെടുന്നു വേണ്ട, ഇപ്പോൾ തന്നെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് അതിനെ ജയപിടിച്ചു. അങ്ങനെ എന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ പതുക്കെ ഈ ദൈവത്തിൽ, ഞാൻ യാക്കോബക്കാരനായിരുന്നു, പക്ഷേ ഞാൻ ഈ പെന്തക്കോസ്തിലേക്ക് വരാൻ ഒരു കാരണവശാലും, ഞാൻ പെന്തക്കോസ്തിലേക്ക് വരാൻ എന്റെ പശ്ചാത്തലം അനുവദിക്കുന്നതല്ല. പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം എന്നെ ആ വഴിയിലൂടെ ആ നിത്യതയിലേക്ക് പോകാനുള്ള, ഇസ്രായേൽ ജനത്തോട് പറയുന്നു, അവരെ ചൊവ്വയുള്ള വഴിയിലൂടെ ദൈവം അവരെ നടത്തിയെന്ന് പറഞ്ഞതുപോലെ ദൈവം എന്നെ, എന്റെ കുടുംബത്തെ, അല്പം പ്രതിസന്ധിയാണെങ്കിലും, അല്പം പ്രതികൂലമാണെങ്കിലും, അല്പം വേദനയായിരുന്നെങ്കിലും ദൈവത്തിന് ഞങ്ങളെ നിത്യതയിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് എന്റെ ദൈവം ഞങ്ങളെ ആ വഴിയിലൂടെ എത്തിക്കുവാനിടയായി. ഈ സമയത്ത് എന്റെ അപ്പൻ എന്റെ നാട്ടില് തിരുവല്ലായില് അടുത്തുള്ള പാസ്റ്റർമാരെയൊക്കെ വിളിച്ച് വീടുകളിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. 9 മാസം എന്റെ അപ്പൻ കള്ളു കുടിക്കാതെ നടന്നെങ്കിലും 9 മാസം കഴിഞ്ഞപ്പോൾ എന്റെ അപ്പൻ കൂട്ടുകെട്ട് വീണ്ടും കൂടി. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ നിർത്തിയോ അതിലും ഡബിൾ ഇരട്ടിയായിട്ട് കുടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മാനസികമായി വലിയ പ്രതിസന്ധികൾ വരാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ജീവിതത്തിന് മേഖല ഒത്തിരി വെല്ലുവിളികൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാന് പ്രതീക്ഷിക്കാത്ത സമയത്ത് തൃശ്ശൂരിലേക്ക്, എൻ്റെ മാവന്റെ കൂടെയും മാവിയുടെയും കൂടെ ഞാൻ തൃശ്ശൂരിലേക്ക് വരുന്നു. ഞാൻ അങ്ങനെ തൃശ്ശൂരിൽ വരുന്ന സമയത്ത് എനിക്ക് ദൈവത്തെ അറിയണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവമകനായി ജീവിക്കണം എന്നുള്ളതായ താല്പര്യത്തോടുകൂടെ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിലും എനിക്ക് ആ സന്ദർഭങ്ങളിലൊക്കെ മാനസികമായും
കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എന്റെ മാവനും മാവിയും മാർത്തോമക്കാരാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അപ്പൻ ഒരു കത്തെഴുതി. അത് കത്തെഴുതുന്ന സമയം കത്തെഴുതിയിട്ട് പറഞ്ഞു, നമ്മുടെ സ്ഥലം വിറ്റു, ഞങ്ങളും തൃശ്ശൂരിലേക്ക് പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വാത്സല്യ പിതാവും അവിടുത്തെ സ്ഥലം വിറ്റ് ഞങ്ങൾ തൃശ്ശൂരിൽ വന്നു. പീച്ചി ഡാമിനടുത്ത് ഞങ്ങളൊരു ചെറിയ ഒരു വീട് മേടിച്ചു. കൊള്ള പൈസയ്ക്ക് ഒരു ചെറിയ വീട് മേടിച്ചു. ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് എൻ്റെ വാത്സല്യ പിതാവ് ഒരു ഞായറാഴ്ച അദ്ദേഹം ഒരു ബൈബിളൊക്കെ എടുത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് സഭയിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞു, അപ്പച്ച അത് ശരിയായ കാര്യമല്ല. കാരണം എൻ്റെ വാത്സല്യ പിതാവിന്റെ മാനസിക അവസ്ഥ എനിക്കറിയാം. കാരണം ഒരു പക്ഷേ അദ്ദേഹം ഒരാഴ്ച പള്ളിയിൽ പോയിട്ട് അടുത്ത ആഴ്ച അദ്ദേഹം മറ്റൊരു സ്വഭാവത്തിലേക്ക് പോകുമോ എന്ന് ഭയന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല. കാരണം എൻ്റെ ഉള്ളിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ അപ്പൻ്റെ കൂടെ ഒരുമിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പുതിയ സ്ഥലം, പുതിയ ഇടം, പുതിയ മേഖല, പുതിയ ആളുകൾ, അവരുടെ മധ്യേ വന്ന് എങ്ങനെയായി തീരും എന്നുള്ളതായ ഒരു ഭയം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല. അച്ചാച്ചൻ പോകുന്നെങ്കിൽ അച്ഛൻ പൊക്കോളാൻ പോകും. അങ്ങനെ എൻ്റെ അമ്മയും എൻ്റെ അപ്പനും പോയി. അങ്ങനെ ഒരു ഞായറാഴ്ച പോയി. ഒരു ഞായറാഴ്ച പോകുന്ന സമയത്ത് ഞങ്ങളെ സഭയിലേക്ക്, വെലങ്ങന്നൂർ സഭയിലേക്ക് പരിചയപ്പെടുത്തുന്നത് കുറ്റിയിലെ ഞങ്ങളുടെ വാത്സല്യ കുടുംബമാണ്, വാത്സല്യ ഭവനമാണ് ഞങ്ങളെ വെലങ്ങന്നൂർ സഭയിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വാത്സല്യ ഭവനം ഞങ്ങളെ വെലങ്ങന്നൂർ സഭയെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ അപ്പനെയും അമ്മയും പരിചയപ്പെടുത്തുന്നു. അപ്പനും അമ്മയും അങ്ങനെ അവിടെ ചെല്ലുന്നു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ യോഗത്തിന് പോകുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് പോകണമെന്നുള്ള വാഞ്ച എനിക്കുണ്ട്, വളരെ താല്പര്യമുണ്ട്. കാരണം എൻ്റെ മനസ്സ് അതുപോലെ തുടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എൻ്റെ മുമ്പിലുള്ള സാഹചര്യവും ഭയവുമാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, പോകാതെ നിൽക്കുന്നത്. അങ്ങനെ ഒരു മാസം എൻ്റെ അപ്പനും അമ്മയും പോയി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ അപ്പന്റെ മാറ്റം എനിക്കതിൽ എൻ്റെ വാത്സല്യ പിതാവിനെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. മരിക്കുന്നിടം വരെ അദ്ദേഹം ഒരു നല്ല വിശ്വാസിയായി ജീവിപ്പാൻ എൻ്റെ അപ്പന് ദൈവം ഭാഗ്യം കൊടുത്തു. അത് മാത്രമല്ല, അദ്ദേഹം രോഗശാന്തി വരത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു. അവസാന ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ നിർബന്ധത്താൽ രോഗത്തിന് മരുന്ന് ചികിത്സിച്ചെങ്കിലും അതുവരെ അദ്ദേഹം മരുന്നെടുക്കാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും, കാണുന്നവരോടെല്ലാം പണിക്ക് പോകുന്ന സ്ഥലത്തായാലും എവിടെ പോയാലും അദ്ദേഹത്തെ പറയാനുള്ളത് യേശുവിനെ കുറിച്ചുമാണ്. സുവിശേഷം പറയാനൊന്നും അറിയത്തില്ല, വചനം ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ളത് യേശുവിനെ കുറിച്ച് മാത്രമാണ്. യേശുവിനെ കുറിച്ച് അദ്ദേഹം ജോലിയുടെ സ്ഥലത്തും എല്ലാവരോടും പറയുമായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, എൻ്റെ അപ്പന്റെ മാനസാന്തരം, എൻ്റെ അപ്പനെ കൊടുത്ത മാറ്റം അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം തോന്നി. അങ്ങനെ ഞാനും അങ്ങനെ നേരെ പെന്തക്കോസ്ത് സഭയിലേക്ക് പോയി. എൻ്റെ പെങ്ങള് അന്ന് അവൾ 10ാം ക്ലാസ്സില് നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെ പഠനയുടെ സമയത്താണ് ഞങ്ങളുടെ അപ്പൻ സ്ഥലം വിറ്റ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവള് അമ്മ വീട്ടിലാണ് നിന്നത്. അപ്പോ അമ്മ വീട്ടുകാർക്ക് ഞങ്ങൾ ഈ പെന്തക്കോസ്തിലേക്ക് പോകുന്നതിൽ അല്പം താല്പര്യക്കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞപ്പോ അവക്കും അവിടെ നിന്നപ്പോൾ അവക്കും ഒരു ഭാരം വന്നു. അവള് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്തിലേക്ക് വരത്തില്ല, ഞാൻ കപ്പലുമാലൊന്നും ഉയരത്തില്ല എന്ന് അവളും അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊരു ഭാരം തോന്നി. അവളെന്താ അവിടെ മനസ്സ് അങ്ങനെ മാറി. അപ്പന് മാറ്റപ്പെടുത്തപ്പോ അവളും വരണ്ടേ എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചെങ്കിലും അല്ലെ അവൾ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പരീക്ഷ കഴിഞ്ഞ് നാട്ടിൽ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ വന്ന ശേഷം ഞങ്ങളോട് ഒരുമിച്ച്, ആരും പറഞ്ഞില്ല, അവളും ഞങ്ങളോട് ഒരുമിച്ച് യോഗത്തിന് വന്നു. എന്തിനേറെ പറയുന്നു, ഞങ്ങള് 4 പേരും, എൻ്റെ അപ്പനും അമ്മയും ഞാനും എൻ്റെ പെങ്ങളും, ഞങ്ങൾ ഒരുമിച്ചാണ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ കർത്താവിനെ രക്ഷകനായി ഹൃദയത്തിൽ കൊണ്ട് വിശ്വസിക്കുകയും വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിന്റെ കൽപ്പനയാകുന്ന മുഴുകൽ സ്നാനം പെന്തക്കോസ്തിന്റെ സ്നാനമല്ല, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങളൊരു സംഘടനയുടെ അല്ല, ഞങ്ങള് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ സ്നാനമല്ല. ഞങ്ങള് ദൈവവചനപ്രകാരമുള്ള, കർത്താവ് കൽപ്പിച്ചതായ ദൈവവചനപ്രകാരമുള്ള മുഴുകൽ സ്നാനം.
അത് കർത്താവ് കൽപ്പിച്ചു എന്നുള്ളതായ ഉറപ്പ് ഞങ്ങൾക്കുള്ളത് കൊണ്ട്, വചനം ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടും, അപ്പോസ്തലന്മാർ അത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നതുകൊണ്ടും അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്ന് അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങള് സ്നാനപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിപ്പാനിടയായി. എന്നാൽ ഞാൻ ആത്മനിറവ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ ആത്മനിറവ് പ്രാപിച്ച വ്യക്തിയാണ്. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്തുകാരോടുള്ള ബന്ധത്തിൽ അല്പം ബുദ്ധിമുട്ട് ആ കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പെന്തക്കോസ്തിന്റെ ബൈബിൾ കോളേജിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ എന്റെ ദൃഷ്ടി മുഴുവൻ അവരെയായിരുന്നു. സംശയാസ്പദമാക്കിയാണ് എന്റെ നോട്ടം മുഴുവൻ. അങ്ങനെ ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തോട് വീണ്ടും ഇടപെട്ടു. മോനെ, ഇത് സത്യാത്മാവാണ്, ഇത് നീ പ്രാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെടുമ്പാട് ദൈവത്തോട് നിലവിളിച്ച്, കർത്താവേ, ഇത് സത്യാത്മാവാണെങ്കിൽ എന്നിലും പകരണമേ എന്ന് പറഞ്ഞപ്പോൾ ഒരു രാത്രി ഒരു കാത്തിരിപ്പ് യോഗത്തിന്, അന്ന് പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്ന് ഞാൻ സ്പ്രിങ് പോലെ ചാടി ദൈവത്തെ ആരാധിച്ചു. മണിക്കൂറുകൾ ദൈവത്തെ ഞാൻ ആരാധിച്ചു. അന്യഭാഷ പ്രാപിച്ചില്ല, ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചു. പെന്തക്കോസ്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാൻ, ഞങ്ങൾക്ക് 4 പേർക്കും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിന്റെ അകത്ത് എൻ്റെ അപ്പൻ മദ്യപാനിയായിരുന്നു. അങ്ങനെ മദ്യപാനികളായ ആളുകളോട് സുവിശേഷം പറയണം, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കണം എന്നുള്ളൊരു ഭാരം എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പ് മർത്തോമേലിൽ ഉപദേശി ഞാൻ മുമ്പേ സാക്ഷ്യം പറഞ്ഞതുപോലെ അദ്ദേഹം എന്നോട് അറിയിച്ച ദൂതിലേക്ക് എന്നെ എത്തിക്കുവാനുള്ള കാര്യം അന്ന് ഞാൻ ഓർത്തില്ല. പക്ഷേ ആത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് എനിക്ക് അങ്ങനെ എൻ്റെ അപ്പനെ മദ്യപാനത്തിൽ നിന്ന് വിടിവിച്ച ദൈവത്തെ കുറിച്ച് എനിക്കും കർത്താവിന്റെ സാക്ഷിയായി തീരണമെന്നുള്ളതായ ഒരു ആത്മഭാരം എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ ദൈവത്തിന് തീരുമാനമെടുത്തു. ഞാൻ സഭയിലെ പാസ്റ്ററോട് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ എന്നെ ഒരു ബൈബിൾ കോളേജിൽ വിട്ടു. അങ്ങനെ ഞാൻ 2 വർഷം അൽപ്പാറ ലോഗോസ് ബൈബിൾ കോളേജിൽ ഞാൻ ദൈവജനം പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ BA പഠിക്കാനുള്ള താല്പര്യത്തോടുകൂടെ ഞാൻ നോർത്ത് കേരള മലബാർ തിയോളജിക്കൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയി. എന്നാൽ എനിക്ക് അവിടുത്തെ ആ BA പഠനത്തോടുള്ള ബന്ധത്തിൽ അല്പം ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ അതിന്റെ പിറ്റേ വർഷം തന്നെ ഞാൻ ഹരിയാനയിലുള്ള ഗ്രേസ് ബൈബിൾ കോളേജിൽ ദൈവജനം പഠിക്കാൻ പോയി. അവിടെ 3 വർഷം ഞാൻ ദൈവവചനം പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം ബോംബെ നെറൂളില് AGയുടെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായി പാസ്റ്റർ BA യോഹന്നാന്റെ കൂടെ 1 വർഷക്കാലം ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് വന്ന ശേഷം ഞാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി ഞാൻ ജോയിൻ ചെയ്യാനിടയായി. അന്നു മുതൽ ഇന്ന് വരെയും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി ഏകദേശം 10-22 വർഷമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ ശുശ്രൂഷയ്ക്ക് വലിയ സഹായിയായി എൻ്റെ വാത്സല്യ സഹോദരി, എൻ്റെ ഭാര്യ സഹോദരി എന്നോടൊപ്പം ഉണ്ട്. എനിക്ക് തന്ന 3 കുഞ്ഞുങ്ങളും അവരും എന്നോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഈ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അനേകരോട് സുവിശേഷം പറയാനുള്ള ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഇനിയും കൊതിക്കുന്നു. അനേകരോട് സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടി ആയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് ഞാൻ ആയിരം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം, കർത്താവിന്റെ സാക്ഷ്യം, ഈ വാക്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ഈ സാക്ഷി എത്തണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അത് ദൈവത്തിന്റെ പ്രീ പ്ലാനിൽപ്പെട്ടൊരു കാര്യമാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. അതിന് ഞാൻ ദൈവത്തിന് ആയിരം നന്ദി കരയേറ്റുന്നു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട്. നമ്മളെ കൊണ്ടുപോകുന്നത്, സ്തോത്രം, നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത് കർമ്മമാർഗമല്ല. നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ ഒരു അവസരം ദൈവം നൽകട്ടെ. നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക്
പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കും. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, കാലാകാലങ്ങളിലായി കർത്താവ് ഞങ്ങളെ വിളിച്ചു, വേർതിരിച്ചു. നിർബന്ധത്താൽ കുറേനക്കാരനായ ശീമോനെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചതുപോലെ ഒരു കാലത്ത്, ഞങ്ങളുടെ അറിവില്ലായ്മയുടെ കാലത്ത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇത് ഒരു അവഗണനയായിരുന്നു. ഞങ്ങൾ ഇതിനെ അവഗണിച്ചവരായിരുന്നു. എന്നാൽ അവഗണിച്ചവരായ ഞങ്ങള്, തിരസ്കരിച്ചവരായ ഞങ്ങള്, പഴയ പടകും വലയും എടുത്തുപോയ തന്റെ ശിഷ്യഗണങ്ങളുടെ അടുക്കിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഞങ്ങളെ തേടി അങ്ങ് വന്നു. ഞങ്ങളെയും കർത്താവ് രക്ഷിച്ചു. ക്രിസ്തു എന്ന പാറമേൽ ദൈവം ഞങ്ങളെ നിർത്തി. ദൈവത്തിന് ഞങ്ങൾ നന്ദി കരേറ്റു. കർത്താവേ, ഇതുപോലെ യേശുവിനെ അറിയാതെ, രക്ഷയുടെ മാർഗം മനസ്സിലാക്കാതെ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ ആരെങ്കിലും ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരുടെ ഹൃദയത്തിന് മാറ്റം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും യേശു എന്ന നാമം അല്ല. ഈ സാക്ഷ്യം കേൾക്കുന്ന അവിശ്വാസികളായ ആരെങ്കിലും കർത്താവെ, അവർക്ക് രക്ഷയ്ക്കത് കാരണമായി തീരണമെന്ന്. മദ്യപാനികളായ ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ ഇവിടെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിക്കാൻ പരിശുദ്ധാത്മാവിടെയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന അരോമ ടിവിക്കായി സ്തോത്രം. അതിന്റെ പ്രവർത്തകനായിരിക്കുന്ന ദാനിൽ സാറിനായി സ്തോത്രം. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അനേകർക്ക് ഈ പ്രവർത്തന മുഖേന ജീവന്റെ സാക്ഷ്യം കേട്ട് അനേകർ യേശുവിനെ അറിയുവാൻ ഇങ്ങനെ ഇതൊരു അവസരമാക്കി ദൈവം തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെയും ഇതിന്റെ പ്രവർത്തന മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം ഞങ്ങളുടെ കർത്താവിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പ്രിയ അനിൽ കുര്യൻ പാസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവം നടത്തിയ അതിശയകരമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവഭൃത്തിനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി, സ്നേഹം, കടപ്പാട് പ്രാവശ്യം അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ജാക്കോബായ നാമധേയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. നമുക്കൊരുപാട് പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മുന്നോട്ട് നോക്കുമ്പോൾ ആണ് യഥാർത്ഥ രക്ഷ, നിത്യത, സത്യദൈവം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം, അതിൻ്റെ മാഹാത്മ്യത മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പലപ്പോഴും പല പ്രിയപ്പെട്ടവരും പുറകോട്ട് നോക്കി അവർക്കിനി തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായ പാരമ്പര്യത്തിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ച തൻ്റെ ഭക്തന്മാർ മുന്നോട്ടുള്ളതായ ആ യാത്ര പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ആ പരമപുള്ളിയുടെ ലാക്കിലേക്ക് യാത്ര ചെയ്യുന്ന ആ കൂട്ടത്തിൽ നമുക്കുമായിരിക്കാൻ കൃപയാൽ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ആ ജനിച്ചു വളർന്നതായ വിശ്വാസവും സങ്കല്പവും വിട്ട് അതിൽ നിന്ന് പിന്മാറുവാൻ, അതല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് തന്നെ വലിയൊരു അലർജി പോലെ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ ദൈവം ഹൃദയത്തിന് വരുത്തിയ പരിച്ഛേദന ജീവിതത്തിന് വലിയൊരു മാറ്റം വരുത്തുവാൻ ആമേനിടയായി തീർന്നു. അത് നമ്മുടെ കണ്ണിനും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ നാവിനും നമ്മുടെ കേൾവിക്കും നമ്മുടെ ചിന്താമണ്ഡലത്തിനും എല്ലാത്തിനും സമൂലമായ മാറ്റം വരുത്തുവാൻ ആമേനിടയായി. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്കതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതം മാറാത്തിടത്തോളം കാലം നമുക്ക് മറ്റൊരാളിനെ ഉപദേശിക്കുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവരെ സത്യത്തിൻ്റെ പാതയിലേക്ക് നടത്തുവാനോ കഴിയുകയില്ല. ദൈവദാസൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം കർത്താവ് തന്നു.
ആമേൻ ആ ഒരു വിടുതൽ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. അതെ, ഇന്ന് അത് ആരുടെയും സഹായം കൂടാതെ തന്നെ, ആമേൻ ആരുടെയും സമ്മർദ്ദം കൂടാതെ തന്നെ നമുക്ക് ആ സന്തോഷത്തിൽ ആമേൻ ആയിരിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പിന്നെയും കർത്താവ് സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം പിന്നെയും അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് ദൈവദാസനോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് സമാന അനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സാക്ഷ്യം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ആമേൻ ഒരുമിച്ച് പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.